നമസ്കാരം, നിങ്ങൾക്കെല്ലാവർക്കും പാർട്ട് ടൈം ട്രേഡറിൻ്റെ ഒരു പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നിഫ്റ്റിയുടെ വീക്കിലി അനാലിസിസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ ആഴ്ചയും നിഫ്റ്റിയുടെ വീക്കിലി അനാലിസിസ് വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ടും കാണുക. എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ മന്ത്ലി വ്യൂ ആണ് നിഫ്റ്റിയുടെ ഓപ്പൺ ആക്കിയിരിക്കുന്നത്. ഈ ലാസ്റ്റ് ഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ക്യാൻഡിൽ, ഇത് ഒക്ടോബർ മാസത്തെ നിഫ്റ്റി 50യുടെ മന്ത്ലി ക്യാൻഡിലാണ്. അപ്പോൾ ഈ ഒരു മന്ത്ലി ക്യാൻഡിൽ നമുക്ക് കാണാൻ സാധിക്കും കഴിഞ്ഞ ആഴ്ചയുണ്ടായ ആ നല്ലൊരു ബുള്ളിഷ് മൊമെൻറ്റം, നല്ലൊരു ബുള്ളിഷ് റാലി നമ്മുടെ മന്ത്ലി ക്യാൻഡിലിനെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബുള്ളിഷ് ക്യാൻഡിലാക്കി മാറ്റുന്നു. അപ്പം നല്ലൊരു ബോഡിയോടുകൂടി നല്ലൊരു ക്യാൻഡിൽ ഫോം ചെയ്ത് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇത് ക്ലോസിങ് തന്നിട്ടില്ല എങ്കിലും നല്ലൊരു പോസിറ്റീവ്നെസ് ഈ ഒരു ക്യാൻഡിലിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ലോങ് ടൈമിലേക്ക് നല്ല ഒരു അപ്പ് ട്രെൻഡ് അല്ലെങ്കിൽ ഡൗൺ ട്രെൻഡ്, ഈ ഒരു രണ്ട് ലെവൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 18,100 അതുപോലെ തന്നെ 16,800. അപ്പം ഇതിന് മുകളിലേക്ക് നല്ലൊരു അപ്സൈഡ് മൊമെൻറ്റം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഇതിന് താഴോട്ട് ഒരു വലിയ ലോങ് ടൈമിൽ ഒരു ഡൗൺ ട്രെൻഡും എക്സ്പെക്റ്റ് ചെയ്യാം. പക്ഷേ ഇപ്പോഴത്തെ നിലവിലത്തെ കണ്ടീഷനിൽ നമുക്ക് ഇപ്പോഴത്തെ കണ്ടീഷൻ നമുക്ക് കൂടുതലായിട്ടും അപ്സൈഡ് ആണ് നമുക്ക് നിഫ്റ്റി 50യുടെ മന്ത്ലി ക്യാൻഡിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം നമുക്ക് ഒരുപക്ഷെ ഈ ഒരു അപ്സൈഡ് മൊമെൻറ്റത്തിൻ്റെ ഒരു കറക്ഷൻ ഉണ്ടായി ഇവിടെ നിന്ന് വീണ്ടും സപ്പോർട്ട് എടുത്ത് ഒരു അപ്സൈഡ് മൊമെൻറ്റം തരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇനി നമ്മൾ നിഫ്റ്റിയുടെ വീക്ക്ലി അനാലിസിലേക്ക് വരികയാണെങ്കിൽ, വീക്ക്ലി അനാലിസിൽ ഈ ഒരു ലാസ്റ്റ് ഫോം ചെയ്തിരിക്കുന്ന ഈ ഒരു ക്യാൻഡിൽ, അത് കഴിഞ്ഞ ആഴ്ചത്തെ ക്യാൻഡിലാണ്. അത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് ഇവിടെ ഫോം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അത് 17,576 എന്ന പോയിന്റിലാണ് നിഫ്റ്റി ലാസ്റ്റ് ക്ലോസിങ് തന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ ഒരു ട്രെൻഡ് ലൈനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഈ ഒരു പോയിൻറ്റും ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത ഈ ഒരു പോയിൻറ്റും, അപ്പോൾ ഈ ഒരു രണ്ട് പോയിൻറ്റ് കൂട്ടി നമ്മൾ ഈ ട്രെൻഡ് ലൈൻ വരച്ചിരുന്നു. അപ്പോൾ അതിനൊരു പ്രാധാന്യമുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇനി മുമ്പോട്ട് പോകുമ്പോഴും. അപ്പം ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് അപ്സൈഡ് മൊമെൻറ്റം തരുന്നുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ ഈ ഒരു ലെവൽ 17,400 എന്ന ആ ഒരു റീജിയൺ നമുക്കൊരു ബ്രേക്ക് ഔട്ട് തന്നിട്ട് ഒരു മുകളിൽ ക്ലോസിങ്ങും തരുന്നുണ്ട്. അപ്പോൾ ഇതൊരു പോസിറ്റീവ്നെസ് ആണ് നമ്മളെ സംബന്ധിച്ച്, മാർക്കറ്റിനെ സംബന്ധിച്ച്. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപക്ഷെ ഇവിടെ നിന്ന് ചെറിയൊരു കറക്ഷൻ ഉണ്ടായി ഈ ഒരു റീജിയണിലേക്ക് വന്നിട്ട് ഇവിടെ നിന്ന് വീണ്ടും ഒരു അപ്സൈഡ് മൊമെൻറ്റം എടുത്ത് നെക്സ്റ്റ് ലെവലിലേക്ക് ഒരു മൂവ്മെൻറ്റ് തരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അല്ലെങ്കിൽ ഡയറക്റ്റ് അപ്സൈഡ് മൊമെൻറ്റവും തരാം. അപ്പം എങ്ങനെയാണെങ്കിലും നമ്മൾ കൂടുതലായിട്ടും വീക്കിലിയിലും മന്ത്ലിയിലും നമുക്ക് ബുള്ളിഷ്നെസ് ആണ് കാണാൻ സാധിക്കുന്നത്. ഒപ്പം നെക്സ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള ഏരിയ ഈ ഒരു 18,100 അപ്പം ആ ഒരു 18,100 റീജിയൺ, ഇവിടെ 18,100 വരെ പോയിട്ടുണ്ട്, ഇവിടെ 18,000 വരെ പോയിട്ടുണ്ട്, ഇവിടെ 18,100 വരെ പോയിട്ടുണ്ട്. ഇതൊരു നല്ലൊരു റെസിസ്റ്റൻസ് റീജിയൻ ആയിട്ട് ആക്ട് ചെയ്യാനുള്ള കൂടുതലും പോസിബിലിറ്റി ഉണ്ട്. അപ്പം അതിനുശേഷം അത് ഒരു ബ്രേക്ക് ഔട്ടാണ് തരുന്നതെങ്കിൽ പിന്നെ നെക്സ്റ്റ് ലെവൽ നമ്മൾ 18,300 റീജിയനാണ് നമ്മുടെ നെക്സ്റ്റ് ലെവൽ. അപ്പം ഇത് ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നെക്സ്റ്റ് ലെവലായിട്ട് 18,300 നമ്മുടെ നെക്സ്റ്റ് ലെവൽ. അപ്പം ഞാൻ വിചാരിക്കുന്നു ഒരു അപ്സൈഡ് മൊമെൻറ്റം ഉണ്ടാവുകയാണെങ്കിലുള്ള റെസിസ്റ്റൻസ് ലെവൽ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഒരു ഡൗൺ സൈഡാണ് ഉണ്ടാകുന്നതെങ്കിൽ, ഡൗൺ സൈഡ് ഒരുപക്ഷെ ജസ്റ്റ് നമ്മൾ ആദ്യമേ ഡിസ്കസ് ചെയ്ത പോലെ ഈ ഒരു ലെവൽ, ഈ ഒരു 17,400 ലെവൽ, അപ്പോൾ ഇങ്ങോട്ടൊരു വരാം. അതും അല്ലെങ്കിൽ കുറച്ചും കൂടെ താഴെ, അതായത് ഈ ഒരു പാറ്റേൺ പോലെ തന്നെ ഇവിടെ ഈ ഒരു ട്രെൻഡ് ലൈനിൽ ഇങ്ങനെ വിക്കിൻ്റെ ലോ ഇങ്ങനെ ഡൗണിൽ ഇങ്ങനെ ടച്ച് ചെയ്തിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. ഒരുപക്ഷെ പോസിബിലിറ്റി ഉണ്ട് ഈ ഒരു റീജിയണിലേക്ക് വന്നിട്ട് വീണ്ടും ഒരു ക്യാൻഡിലുണ്ടായി ഫോം ചെയ്തു പോകാൻ, അങ്ങനെയുള്ള പോസിബിലിറ്റി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ട്രെൻഡ് ലൈനൊക്കെ നിങ്ങൾ ഡ്രോ ചെയ്ത് വെക്കുക. അപ്പോൾ ട്രെൻഡ് ലൈൻ ഡ്രോ ചെയ്യാനുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കംപ്ലീറ്റ് പ്ലേലിസ്റ്റ് കിട്ടും ട്യൂട്ടോറിയൽ വീഡിയോസിൻ്റെ, അവിടെ പോയി കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഒരുപക്ഷെ ഇവിടെ നിന്ന് ഇങ്ങനെ ഫോം ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇനി ഈ ഒരു ട്രെൻഡ് ലൈന് താഴെ നമുക്ക് ഒരു ഡെയിലിയിലാണെങ്കിലും ഒരു ഡൗൺ സൈഡ് ക്ലോസിങ് തരികയാണ്. ഇങ്ങനൊരു ഡൗൺ സൈഡ് ക്ലോസിങ് തരുവാണെങ്കിൽ പിന്നെ നമ്മൾ ഒരു താഴോട്ടൊരു മൊമെൻറ്റം എക്സ്പെക്റ്റ് ചെയ്യണം. ആ ഒരു മൊമെൻറ്റം ഒരുപക്ഷെ ഈ ഒരു 16,800 റീജിയൺ വരെ എത്താം. 16,800 റീജിയൺ വരെ എത്താം. അപ്പോൾ 16,800 റീജിയൺ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടാണ്. അത് ബ്രേക്ക് ഡൗൺ തന്നു കഴിഞ്ഞാൽ പിന്നെ താഴത്തെ ലെവൽസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ ഇപ്പോഴത്തെ നിലവിലത്തെ കണ്ടീഷനിൽ മന്ത്ലിയിലും വീക്കിലിയിലും നമുക്കൊരു പോസിറ്റീവ്നെസ് ആണ്. ഒപ്പം ദീപാവലി വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു സെയിൽസും കാര്യങ്ങളൊക്കെ മാർക്കറ്റിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിലൊരു പോസിറ്റീവ്നെസ് ഉണ്ട്. തീർച്ചയായിട്ടും മന്ത്ലിയിലും വീക്കിലിയും നമുക്കൊരു അപ്സൈഡ് മൊമെൻറ്റും എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള ടൈമിലൊക്കെ നമുക്കിനി സ്വിംഗ് ട്രേഡിങ്സൊക്കെ എൻട്രീസ് എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ചെറിയ ചെറിയ രീതിയിൽ സ്വിംഗ് ട്രേഡിങ്സൊക്കെ പാർട്ട് ടൈമായിട്ട് എൻട്രീസും എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. തീർച്ചയായിട്ടും കമൻറ്റ് രേഖപ്പെടുത്താനും മറക്കരുത്.